Good afternoon, sir. Yes, good afternoon. Sir. Yes, good afternoon. Good afternoon, sir. Okay, good afternoon. Good afternoon, sir. Okay. Sir, prayer. Yes, ഞാൻ പറയാൻ പോയിരുന്നു. Okay. ആണ്. വിരിഞ്ഞു നിന്നതാരിലും വിടന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്ക ഞങ്ങൾ സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവുന ഭാരതത്തിൻ വാടിയിൽ അഗാധ നീലവാനമ കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യകെ നിതാന്ത വത്സരോസുഖം നിതാന്ത വത്സരോസുഖം വിരിഞ്ഞു നിന്നതാരിലും വിടന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്ക ഞങ്ങളിൽ. ഓക്കെ സർ. Okay. Thought of the day. Signing on. Okay, good afternoon, sir. Yes, good afternoon. Good afternoon, everyone. Respected sir and all my dear friends. It's a great pleasure to welcome you all here today. I'm Ashmi Mol Anthony. I'm here to welcome you all for our class. First of all, I'm delighted to extend a warm welcome to a visionary leader and guiding force, our beloved Job sir, to the new section of our class. Last but not least, I welcome all my dear friends to our class. Once again, I welcome you all and look forward to a productive and fulfilling day. Thank you. Okay, Ashi. Next. Thought of the day. Sir, good afternoon. Yes, good afternoon. Thought of the day. Success is the sum of small effort repeated day in and day out. വിജയം എന്നത് ദിവസം തോറും ആവർത്തിച്ചുള്ള ചെറിയ പരിശ്രമങ്ങളുടെ ആകെത്തുകയാണ്. താങ്ക് യു സർ. Okay. Any other program? Hi, sir. Yes, പറഞ്ഞോളൂ. Actor song. Yes. Hi, friends. Roly poly, up. Roly poly, down. Roly poly, in. Roly poly, out. Thank you, sir. Okay. Yes. Any other program? ഇല്ല. Okay. കൊള്ളാം പെർഫോമൻസ്. അശ്വി, ലാസ്റ്റ് നോട്ട് ബട്ട് ലീസ്റ്റ് നല്ല പ്രയോഗം. ഓക്കെ. യെസ്. ശ്രീലക്ഷ്മി. ഓക്കെ. റിയാസ്. ഓക്കെ. റിയാസ്. റിയാസ് മോളെ വരും പോസ്റ്റ് ചെയ്യാട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഓക്കെ. യെസ്. ഓക്കെ ശ്രീലക്ഷ്മി. യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പുതിയൊരു സബ്ജക്റ്റ് ആയിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്നും പറഞ്ഞില്ല. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ സംഗതിയാണ്. യൂണിറ്റ് നമ്പർ 12 പാർട്ടിസിപ്പിൾ എന്ന സംഗതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ. യൂണിറ്റ് നമ്പർ 12 പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള നമുക്ക് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ വെർബ്. അതൊരു വെർബിന്റെ ഫോമാണ്. വിച്ച് ഈസ് യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ് ഓർ വെർബ്. ഒരു വെർബായിട്ടോ അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബിന്റെ കൂടെയോ നമ്മളത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ പാർട്ടിസിപ്പിൾ ഈസ് എ ഫോം ഓഫ് എ വെർബ് യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ് ഓർ വെർബ്. യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ് ഓർ വെർബ്. യെസ്, പാർട്ടിസിപ്പിളിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. പാർട്ടിസിപ്പിൾ that can be grouped into two. One is called present participle, next one is called past participle. അപ്പോൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ആ സംഗതിയെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുന്നു. അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് നമ്മൾ തൽക്കാലം പരിഗണിക്കുന്നില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നീട് നോക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഈസ് വാട്ട്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യെസ്, അപ്പൊ അതിനു മുമ്പ് നിങ്ങളുടെ പേജിൽ ഒരു വശത്ത് പ്രസന്റ് സ്ഥലം വിട്ടിട്ട് പാസ്റ്റ്, കുറച്ച് സ്ഥലം വിട്ടിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പിന്നെ ഒന്ന് എഴുതാനുള്ള സ്ഥലം കൂടി വിട്ടേര്, ഒരു കോളം എഴുതാനുള്ള സ്ഥലം കൂടി വിട്ടേര്. എഴുതി പ്രസന്റ് ഒരു അടിയിലൊരു വരവരക്ക, ഇത്തിരി സ്ഥലം വിട്ടിട്ട് പാസ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി അത് അറിയാൻ പാടില്ലെങ്കിൽ V1 V2 V3 എഴുതിയാലും കറക്റ്റ് ആണ്. പിന്നെ ഒരു കോളം കൂടി എഴുതാനുള്ള സ്ഥലം വിട്ടേക്കാം, പിന്നീട് നമുക്ക് പറയാം. ഓക്കെ, പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് നിങ്ങൾ പ്രസന്റിന്റെ അടിയിൽ എഴുതുക കട്ട്, CUT കട്ട്. പാസ്റ്റിന്റെ അടിയിൽ കട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് തന്നെ, കട്ട് കട്ട് കട്ട്. അടുത്ത് എഴുതുക PUT പുട്ട്, PUT പുട്ട്. പാസ്റ്റ് ടെൻസും പുട്ടെന്ന് എഴുതുക, പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ടെന്ന് എഴുതുക, പുട്ട്. അടുത്തത് ലുക്ക്, LOOK, ലുക്ക്. പ്രസന്റിന്റെ അടിയിൽ ലുക്ക് എന്ന് എഴുതുക, പാസ്റ്റിന്റെ അടിയിൽ ലുക്ഡ്, LOOKED, ലുക്ഡ്. ലുക്ക്, ലുക്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ് തന്നെ. ഓക്കെ, പറയാം മധുര, പറയാം. ലുക്ഡ് തന്നെ. ഇനി അത് വിട്ടിട്ട് അതിൽ എഴുതിക്കോ. യെസ്, അടുത്തത് അതിന്റെ അടിയിൽ പ്രസന്റിന്റെ അടിയിൽ ടേക്ക് എഴുതുക, ടേക്ക്, ടേക്ക്, ടുക്ക്, TOK, ടുക്ക്. പാസ്റ്റിന്റെ അടിയിൽ ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ ടേക്കൻ, TAKE, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. സോറി സർ, ഒന്നും കൂടെ പറയാമോ? പ്രസന്റിന് ഓക്കെ, പറയാം. യെസ്, ഞാനിനി ആദ്യം മുതൽ പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. കട്ട് കട്ട് കട്ട്, പുട്ട് പുട്ട് പുട്ട്, ലുക്ക് ലുക്ഡ്, LOKED. ഫസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ്, LOKED. അതിന്റെ അടിയിൽ ടേക്ക്, ടുക്ക്, ടേക്കൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എഴുതണ്ട, ഇനി മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു വെർബിന് 3 ടെൻസ് ഉണ്ട്. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്ത പാസ്റ്റ് ടെൻസ്, അടുത്ത പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസിനെ V1 എന്നും പാസ്റ്റ് ടെൻസിനെ V2 എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ V3 എന്നും പറയും. V1 V2 V3 ഇതങ്ങനെ തരംതിരിക്കും. യെസ്, അപ്പൊ പ്രസന്റ് ആയി, പാസ്റ്റ് ആയി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, V1 V2 V3. അപ്പൊ നമുക്ക് നോക്കിയേ, CUT കട്ട്. അതിന്റെ പാസ്റ്റ് ടെൻസും കട്ടുന്നത് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ടുന്നത് തന്നെയാണ്. പുട്ടെന്ന് പറഞ്ഞതിനും 3 പേജ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തേ, 119. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, പുട്ടെന്ന് പറഞ്ഞപ്പോഴും സെയിം തന്നെയാണ്. യെസ്, ഇനി നമ്മൾ അടുത്തത് നോക്കുകയാണ് ലുക്ക്. പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. ഇനി അടുത്ത ടേക്ക് നോക്കുമ്പോൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും 3 ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡുകളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില വെർബുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഒന്നുപോലെയും ചിലതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നുപോലെയും ചിലതിന്റെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും 3 പോലെയും ആയിരിക്കും. ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക.
അതിന്റെ അടിയിൽ 2-3 എഴുതാനുള്ള സ്ഥലം ഒന്ന് വിടുക. വിട്ടിട്ട് ഞാൻ പറയുന്ന അടുത്ത വാചകങ്ങൾ. യെസ് യെസ് നോക്കിക്കോ. അപ്പൊ ഉണ്ണിമേരിയിലെ മേരി എടുക്കുക. മേരി ഈസ് എ ഗുഡ് ലേഡി. LADY. മേരി ഈസ് എ ഗുഡ് ലേഡി. ഓക്കെ, ആ ഒരു വാചകം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. മേരി ഈസ് എ ഗുഡ് ലേഡി. മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നല്ലൊരു ലേഡിയാണ്. യെസ്. അപ്പൊ നമുക്ക് പറയാം മേരി എന്ന് പറയുമ്പോൾ അതൊരു പേരിനെ കുറിക്കുന്ന പദം. നമുക്ക് അതിന് നൗൺ എന്ന് പറയും. നൗൺ. അപ്പൊ ആ മേരിയുടെ അടിയിൽ ഒരു പല വെച്ചിട്ട് എൻ ഇത് എൻ. ഇനി ഇതോ സോറി സർ, ആദ്യം റിപ്പീറ്റ് ചെയ്യാമോ? യെസ്. അത് കഴിഞ്ഞ നൗൺ. ഓക്കെ, നൗൺ എന്നുള്ളതിന് ഫസ്റ്റ് എൻ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈസ് നമ്മൾ എടുക്കുക. ഈസ് അതൊരു വെർബാണ്. അതുകൊണ്ട് അതിന്റെ അടിയിൽ നമ്മൾ വരച്ചിട്ട് വി എന്ന് എഴുതിയിട്ട് വി. വീണ്ടും നമ്മൾ നോക്കി കഴിയുമ്പോൾ ലേഡി എന്ന് പറയുന്നതും ഒരു പേരല്ലേ? അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു നൗൺ എന്ന് പറയാം. യെസ്. അപ്പൊ ആ ലേഡി എന്നുള്ളതിന്റെ അടിയിലും ഒരു എൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് 2 നൗൺ ഉണ്ട്, പിന്നെ നമ്മളൊരു വെർബ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത് ആതിര എസ്. ആതിര പോട്ടെ. നവമി. സാർ കുറെ ആദ്യമില്ല അതാ. ആതിര. നവമി സജി. ആതിര കുറെ ഉണ്ടല്ലേ? ഓ സോറി. അതല്ല, ആതിര കിരൺ വന്നോളൂ. സാർ ആതിര. അപ്പൊ ആതിര, ഇപ്പോ മേരി ഈസ് എ ഗുഡ് ലേഡി എന്ന രീതിയിൽ ആ ഗുഡ് എന്നുള്ളത് സംഗതിയാന്ന് പറയാം. ആദ്യമായിട്ട് ഒരു നോട്ടത്തില് ഗുഡ്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു, നൗൺ പറഞ്ഞു, വെർബൊക്കെ പറഞ്ഞു. ഗുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ല, നൗൺ ആണോ വെർബാണോ എന്നാണോ സാർ ചോദിച്ചത്? നൗണാണ്. ഓക്കെ. അപ്പൊ അതിനവിടെ നിൽക്കട്ടെ. ഇനി ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഗുഡ് രേഷ്മ എന്ന് പറയുന്നു ആഡ്വർബ് ആണെന്ന് പറയുന്നു. രമ്യ അഡ്ജക്റ്റീവ് ആണെന്ന് പറയുന്നു. അഡ്ജക്റ്റീവ് ആണെന്ന് ലാഹനും പറയുന്നു. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അഡ്ജക്റ്റീവ് ആണ് നാൻസിയും പറയുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. നോക്കി, ഇവിടെ ആ ഗുഡ് നല്ല പെൺകുട്ടിയാണ് മേരി. നല്ലവളാണ്. അപ്പൊ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ് അല്ലെ? നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെ മലയാളത്തിൽ പറയുമ്പോൾ നാമവിശേഷണം എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. എന്തെന്ന് പറയും? അഡ്ജക്റ്റീവ് ആണ് കറക്റ്റ് ആൻസർ. ആഡ്വർബ് വേറെയാണ്. വെർബിനെ വിശേഷിപ്പിക്കുമ്പോഴാണ് വരും. ഓക്കെ രമ്യ, യു ആർ റൈറ്റ്. യെസ്. അപ്പൊ നമുക്ക് പറയാം, ഈ ഗുഡ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്ജക്റ്റീവ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഒരാളെ നോക്കിയിട്ട് പറയണം, ഹി ഈസ് എ റിച്ച് മാൻ. അവൻ ഒരു പണക്കാരനായ മനുഷ്യനാണ്. അപ്പൊ അതിൽ റിച്ച് എന്ന് പറയുന്ന വേർഡ് ആ മനുഷ്യനെ വിശേഷിപ്പിക്കുക, എൻലൈറ്റൻ ചെയ്യുന്നു. എങ്ങനെയുള്ള മനുഷ്യനാണ്? പണക്കാരനായ മനുഷ്യൻ. കണ്ട? യെസ്. അപ്പൊ ആ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്? ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ എന്ത് പറയുന്നു? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഓക്കെ. നീതു മരിയ. ഒരു അഡ്ജക്റ്റീവ് വരുന്ന ഒരു വാചകം ഒന്ന് പറഞ്ഞേ. ഇഷ്ടമുള്ള ഒരു സെന്റൻസ് പറയാനാണ്. ഉള്ള സെന്റൻസ് അതിനകത്ത് ഒരു അഡ്ജക്റ്റീവ് ഉണ്ടായാൽ മതി. നിയോ ഇസ് എ ഗുഡ് ബോയ്.
ഗുഡൊക്കെ വിട്, ഞാൻ പറഞ്ഞതല്ലേ, മാറ്റി പിടിക്കും. She is a tall boy. Yes, she is a. He's a tall boy. He is a tall boy. He is a tall boy. അവനൊരു പൊക്കമുള്ള ആൺകുട്ടിയാണ് കണ്ട. അപ്പൊ ആ ആൺകുട്ടി ഒന്ന് എൻലൈറ്റും ചെയ്യണം. എങ്ങനെയുള്ളതാണ്? ടോൾ ബോയ് കണ്ട. അപ്പൊ നമുക്ക് പറയാം നീതു ഈസ് എ ഇന്റലിജന്റ് ഗേൾ കണ്ട. നീതു എങ്ങനെയുള്ളതാണ്? ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പൊ ഇന്റലിജന്റ് ബ്യൂട്ടിഫുൾ ഗേൾ. എന്റെ വേണം പറയുന്നു ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോ ഹീസ് എ ഓണസ്റ്റ് ബോയ്. സൗമ്യ പറയുന്നു ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് പിടികിട്ടിയാലോ? ഓക്കെ, ഇനി അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ 3 വെർബിന്റെ ടെൻസ് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു വെച്ചു. അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ ഓക്കെ. ദ സ്കൈ ഈസ് ബ്ലൂ. യെസ്. ഓക്കെ, വെരി ഗുഡ് ആൻസി, വെരി ഗുഡ് നവമി. ഓക്കെ 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 ഓക്കെ. എ സ്മാർട്ട് ബോയ്. ഓക്കെ ആൻസി. നമുക്ക് വിഷയത്തോട്ട് വീണ്ടും ഇനി ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ, നമ്മൾ പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറയുന്നത് പാർട്ടിസിപ്പിൾ രണ്ടായിട്ട് വിഭജിക്കാന്ന് പറഞ്ഞു. പ്രസന്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും. അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുത്തിട്ടില്ല, പിന്നെ എടുക്കും. നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എടുക്കും. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ING ചേർത്ത് എഴുതുന്നതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ING ചേർത്ത് എഴുതുന്നതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, നമ്മൾ അവിടെ ഏറ്റവും ആദ്യം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയിട്ടുണ്ട്. അതില് ING ചേർക്കുമ്പോൾ രേഷ്മ ഏതിനെ കൂടിയാണ് ചേർക്കേണ്ടത്? പ്രസന്റ് ടെൻസിനെ കൂടിയാണോ, പാസ്റ്റ് ടെൻസിനെ കൂടിയാണോ, പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കൂടിയാണോ ING ചേർക്കേണ്ടത്? അപ്പൊ സൗമ്യ പറയുന്നു വെർബ് പ്ലസ് ING. ആ വെർബിന്റെ ടെൻസ് ഏതാണ്? V1 ആണ്. എന്നുവെച്ചാല് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. നോക്കിയേ, ലുക്ക് എന്നുള്ളതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ING. അപ്പൊ എന്താ? ലുക്കിംഗ് എന്നാവും അല്ലെ? അല്ലാണ്ട് ലുക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ലുക്ക്ഡ് ആണ്. അതിനെ കൂടെ ING ചേർത്തത് പറഞ്ഞു നോക്കിയേ, ലുക്കിഡിങ്. അത് ശരിയല്ല അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ING എപ്പോഴും വരുന്നത് പ്രസന്റ് ടെൻസിനെ കൂടി ആയിരിക്കും. ING എപ്പോഴും വരുന്നത് പ്രസന്റ് ടെൻസിനെ കൂടി ആയിരിക്കും. മാത്രവുമല്ല, ഈ പ്രസന്റ് ടെൻസിന്റെ കൂടെ ING പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ V1 അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിനെ കൂടി ING വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കട്ട് എന്നുള്ളതിന്റെ ING ചേർക്കുമ്പോൾ കട്ടിങ്, പുട്ട് എന്നുള്ളതിന്റെ ING ചേർക്കുമ്പോൾ പുട്ടിങ്, ലുക്ക് എന്നുള്ളതിന് ING ചേർക്കുമ്പോൾ ലുക്കിംഗ്, ടേക്ക് എന്നുള്ളതിനെ കൂടി ING ചേർക്കുമ്പോൾ ടേക്കിംഗ്. ഉണ്ടാവും. ഇങ്ങനെ ING ചേർത്തെഴുതുന്ന വാക്കുകളെ പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. എന്നാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ആൻസി 2-3 പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞേ പെട്ടെന്ന്. ഇതല്ലാതെയാ? ഇതല്ലാതെ റൈറ്റിംഗ്, ആസ്കിംഗ്, ഡൂയിങ്. Okay, very good. Okay. Playing, jumping, laughing. Okay, correct ആണ്. Yes. അപ്പൊ നമ്മളോട് പറയുന്നത്, ഓക്കെ കൃഷ്ണ കറക്റ്റ് ആണ്. നമ്മളോട് പറയുന്നത് നിങ്ങൾ എഴുതുന്ന വാചകത്തില് ഒരു വാക്ക് എന്തായിരിക്കണം? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. 1 വേർഡ്. ഓക്കെ, ലെറ്റ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ നമുക്കറിയാം ING ചേർക്കണം. ബട്ട് അങ്ങനെ ചേർത്ത് എഴുതുന്ന ആ വാക്ക് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിച്ചിരിക്കണം? ഒരു അഡ്ജക്റ്റീവ്. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്? ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ. അതില എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ, ഒരു സംഗതിയെ, ഒരു നൗണിനെ വിശേഷിപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ചേർത്ത് എഴുതുന്ന വാചകമാണ്. ആ ING ചേർത്ത് എഴുതുന്ന വാചകം ഒരു അഡ്ജക്റ്റീവ് ആയിട്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. വേറൊന്നും ആയിട്ട് വരാൻ പാടില്ല. ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വാചകം എഴുതി, ഐ ഹാവ് എ ചാനൽ, CHANNEL, ചാനൽ. ഐ ഹാവ് എ ചാനൽ. ഓക്കെ, ഓക്കെ. ഐ ഹാവ് എ ചാനൽ. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. കേട്ടാ, ഐ ഹാവ് എ ചാനൽ. അപ്പൊ നോക്കിയേ,
ഐ ഒരു പേരാണ് ഞാൻ. ചാനൽ അതും ഒരു പേരാണ്, ചാനൽ അല്ലേ, ഒരു യൂട്യൂബിന്റെ ചാനൽ അതൊരു പേരാണ്. ഞാൻ ആ സെന്റൻസിന്റെ അടിയിൽ വേറൊരു വാചകം കൂടെ എഴുതിക്കോ. ഐ ഹാവ് എ കുക്കിംഗ്, COOKING, കുക്കിംഗ് ചാനൽ, CHANNEL. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. രണ്ടാമത്തെ വാചകം എഴുതി. ഓക്കെ, ഇനി ഇതിനകത്തൊന്ന് നോക്കിയേ. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. ഇവിടെ കുക്കിംഗ് എന്ന് ചേർത്തു. അപ്പൊ അതിനകത്തൊരു ING ഉണ്ടല്ലോ. ING വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാം അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, ആ വാക്കെന്ന് പറയാം. ഞാൻ എന്റെ ചാനലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തേക്കുന്നത്. നോക്കി അഡ്ജക്റ്റീവായിട്ട്. എങ്ങനെയുള്ള ചാനലാണ് എനിക്കുള്ളത്? സ്പോർട്സ് ചാനലോ കോമഡി ചാനലോ അല്ല. എനിക്കുള്ളത് എന്താണ്? കുക്കിംഗ് ചാനൽ. പാചക കാര്യങ്ങൾ പറയുന്ന ഒരു ചാനലാണ് എനിക്കുള്ളത്. അല്ല, ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. അപ്പൊ ആ ING ചേർത്ത വാക്ക് അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് എന്തായിട്ടാണ്? ഒരു അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിച്ചത്. എന്റെ ഈ കുക്കിംഗ് എന്ന് പറയുന്ന വേർഡ് ഏതിയാണ് വിശേഷിപ്പിക്കുന്നത്? ചാനലിനെ. ചാനൽ അതൊരു പേരല്ലേ, അതിനെ വിശേഷിപ്പിക്കുകയാണ്. യെസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ING ഉള്ള, അത് ശരിയാവില്ല ആൻസി, അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടാ. ഓക്കെ, ഒരു ING ഉള്ള ഡാൻസിങ് ഗേൾ എന്ന് പറയാം. അപ്പൊ ഗേളിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള പെൺകുട്ടി? ഡാൻസിങ് ഗേൾ. മറ്റത് ഇപ്പൊ ആൻസി പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ആണ്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാനുള്ളതാണ് കേട്ടോ. നോക്കി കറക്റ്റ് മനസ്സിലാക്കും. ഇത് കറക്റ്റ് ആണ്. നമുക്ക് ഐ ഹേർഡ് എ ക്രൈയിങ് ബേബി. ഓക്കെ, കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഐ സോ എ ക്രൈയിങ് ബേബി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ING ഉള്ളൊരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുക. അതെന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുക. ഞാൻ വേണമെങ്കിൽ ഒരു അടുത്തൊരു എക്സാമ്പിൾ പറയുന്നു. എഴുതിക്കോ. ഐ ഹേർഡ്. രണ്ടാമത്തത് ഓക്കെ ഷഫീന. യെസ്, ഐ ഹേർഡ് ഐ ഹേർഡ് ദ ന്യൂസ്. ഐ ഹേർഡ് ദ ന്യൂസ്. യെസ്, കറക്റ്റ് ആണല്ലോ. ഞാൻ കേട്ടു. വെർബ് എന്ത് കേട്ടു? ദ ന്യൂസ്, ഒരു വാർത്ത ഞാൻ കേട്ടു. ഓക്കെ, ഐ ഹേർഡ് ദ ന്യൂസ്. ഐ എന്ന് പറയുമ്പോൾ നൗണാണ്. ന്യൂസ് വാർത്ത, അതൊന്നൊരു പേരല്ലേ, വാർത്ത. അപ്പൊ അതൊരു നൗണാണ്. ഇത് ഞാൻ അതിന്റെ അടിയിൽ അടുത്തൊന്ന് മാറ്റി എഴുതണേ. എഴുതിക്കോ. ഐ ഹേർഡ് HEARD. ഐ ഹേർഡ് ദി സർപ്രൈസിങ്, SURPRISING, സർപ്രൈസിങ് ന്യൂസ്. അപ്പൊ നോക്കിയേ, ആ ന്യൂസിനൊന്ന് വിശേഷിപ്പിക്കുകയാണ് നൗണിനെ. എങ്ങനെയുള്ള ന്യൂസാണ് കേട്ടത്? സർപ്രൈസിങ്, ആശ്ചര്യം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. കണ്ട, അപ്പൊ ഞാൻ ING ഉപയോഗിച്ചു. അപ്പൊ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ആ പാർട്ടിസിപ്പിൾ ഈ വാചകത്തിൽ ന്യൂസിനെ വിശേഷിപ്പിക്കുന്നു. ഓക്കെ ആൻസി, ഇപ്പൊ കറക്റ്റ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞതാണ്, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ING ഉള്ളൊരു വാക്ക് കണ്ടുപിടിക്കുക, അതൊരു സെന്റൻസിൽ ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ ഷീ ഈസ് ഡാൻസിങ്, ദേ ആർ ഗോയിങ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേരി ഈസ് എ ഗുഡ് ലേഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയെ, ഒരു പേരിനെ, ഒരു സംഗതിയെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നോക്കി പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കും. ഒരു ഡൗട്ട്. ഇപ്പൊ ന്യൂസ് പറയുന്നത് ഇപ്പൊ അഡ്ജക്റ്റീവാ? ഇനി സർപ്രൈസിങ് ന്യൂസ് എന്ന് പറഞ്ഞില്ല. അഡ്ജക്റ്റീവ്. ന്യൂസിനെ വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള ന്യൂസ്? സർപ്രൈസിങ് ന്യൂസ്. കേട്ടാ? യെസ്. അപ്പൊ സർപ്രൈസിങ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ല, പ്രസന്റ്. സർപ്രൈസിങ് ആണ് അഡ്ജക്റ്റീവ്. സർപ്രൈസിങ് എന്ന് പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വാചകത്തെ ഈ സെന്റൻസിൽ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ സർ, ഇപ്പൊ ഡൗട്ട് ചെയ്യാതെ. നിങ്ങൾ പറഞ്ഞു നോക്കൂ, തെറ്റിക്കോട്ടെ, നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇത് രമ്യ കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. ജോബ് സാർ ഈസ് ടേക്കിംഗ് ഇംഗ്ലീഷ്. പക്ഷെ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ആയിപ്പോയി.
അത് ജോബ് സാർ ചെയ്യുന്ന ഒരു ജോലിയാണ് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങളൊന്നില്ല ജോബ് സാറിന്റെ ക്ലാസ്സിനെ വിശേഷിപ്പിക്കണം. ആ സെന്റൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. ജോബ് സാർ ഈസ് ടേക്കിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. അപ്പൊ കറക്റ്റായി. ഞാൻ എല്ലാത്തിനും കുത്തി പറഞ്ഞു തന്നിട്ടാ, ഞാൻ ആ സെന്റൻസ് കറക്റ്റ് ആക്കിയതാണ്. ജോബ് സാർ ഈസ് ടേക്കിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. ഓക്കെ, ക്ലാസ്സിനെ വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള ക്ലാസ്? ഇൻട്രസ്റ്റിംഗ്. ING വന്നിട്ടുണ്ടല്ലോ, അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് ഇന്ന് വിശേഷിപ്പിക്കേണ്ടത് ക്ലാസ്സിനെ അങ്ങനെ മാറ്റണം. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചത് കറക്റ്റ് ആണ് രമ്യ. ഒന്നുകൂടി ഒന്ന് ലെവലാക്കി. ഇത് കറക്റ്റ് ആണ് നവമി. ദ ഷൈനിങ് സൺ. എന്താണ്? തിളങ്ങുന്ന സൂര്യൻ. അല്ല, അങ്ങനെ വല്ല, അതാണ് വരേണ്ടത്. അങ്ങനെ വല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആണ്. ഞാൻ കണ്ടത് ഫാളിംഗ് സ്റ്റാർ. ജോബ് സാർ ടേക്കിംഗ് ഇംഗ്ലീഷ് ക്ലാസ് എന്നുള്ളത് ശരിയാവോ? അത് സെന്റൻസ് കറക്റ്റ് ആണ്. അത് പക്ഷെ അതിൻ്റെ അകത്ത് പ്രസന്റ് പാർട്ട്, അതിൻ്റെ അകത്ത് ING ഉള്ള വാക്ക് ഏതാണ്? ടേക്കിംഗ് അല്ലേ? അത് എന്തിനെ വിശേഷിപ്പിക്കുന്നതാണ്? അത് വിശേഷണമല്ലല്ലോ, പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതാണ് അതിന്റെ പ്രശ്നം. അത് വിശേഷണമല്ലല്ലോ. ഓക്കെ, ഇനി ഇതും നേരത്തെ പറഞ്ഞ അതേ മോഡലാണ്. യെസ്, വിശേഷണം ആവരുത്. അല്ല, വിശേഷണമല്ല, അതാണ് അതിന്റെ കുഴപ്പം. യെസ്. Peacock is a only dancing bird. ഓക്കെ, കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ING ഉള്ളൊരു വാക്ക് കണ്ടുപിടിക്കണം. അതിന്റെ മുന്നിൽ ഈ സാമാറൊന്നും വരരുത്. യെസ്, ഈ സാമാർ വെർബ് ING അങ്ങനെ രീതിയിലല്ല വേണ്ടത്. ഒരു സംഗതിയെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വാക്ക് ഉപയോഗിക്കണം. ഡാൻസിങ് ബേർഡ്. കൊള്ളാം, കണ്ട, ബേർഡിനെ വിശേഷിപ്പിക്കുകയാണ്. ഓക്കെ നവമി. ദ ബേണിംഗ് കാൻഡിൽ. കത്തുന്ന തിരി. അല്ല രമ്യ, ഇതും പഴയതുപോലെയാണ്. ഏതാണ്? സിംഗിങ് എ സോങ്. അപ്പൊ ഒരു ആക്ഷൻ ആണ് അത് നമുക്ക് അടുത്തൊരു പറയാനുള്ളതാണ്. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം. ഇപ്പൊ രമ്യ പറഞ്ഞത് ഷീ സാങ് ആൻ ഇൻട്രസ്റ്റിംഗ് സോങ് അങ്ങനെ പറയാം. ഓക്കെ, ആൻസി കറക്റ്റ്. റണ്ണിങ് കാർ. അപ്പൊ ING ഉള്ള വാക്ക് ഉപയോഗിക്കണം. ആ വാക്ക് എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഞാൻ അടുത്തോടെ പറയാം. Flying bird. എന്തോ? Flying bird. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ. നവമി പറയുന്നു ഷീ ഗേവ് മീ എ ലവിങ് സ്മൈൽ. അല്ലെ, ആ ചിരി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ചിരിയാണത്? സ്നേഹത്തോടു കൂടി. റീഡിങ് ബുക്സ്. യെസ്. ഞാൻ അടുത്തൊരു വാചകം പറയുന്നത് ഐ സോ. ഓക്കെ, ഞാൻ വായിക്കുന്നുണ്ട്. ക്ലൈംബിംഗ് ചാൻസ്. ഓക്കെ. ISAW. സോ എ ഗേൾ. ഐ സോ എ ഗേൾ. ഞാൻ കണ്ടു. ആരെ കണ്ടു? എ ഗേൾ, ഒരു പെൺകുട്ടിയെ കണ്ടു. ആ ഗേളിന്റെ മുന്നിൽ നിങ്ങൾ ഇഷ്ടമുള്ള വാക്ക് ചേർത്ത് നോക്കി. ഐ സോ ബ്യൂട്ടിഫുൾ. സംഗതി കറക്റ്റ് ആണ് സമീറ. പക്ഷെ ING ഉള്ള ഒരു വാക്യാണ്. ലിൻഡു കറക്റ്റ് ആണ്. പക്ഷെ ഓക്കെ, ഐ സോ എ ഡാൻസിങ് ഗേൾ. പിന്നെ ഐ സോ എ സിംഗിങ് ഗേൾ. ഐ സോ എ റണ്ണിങ് ഗേൾ. പറയൂ. I saw a swimming girl. ഓക്കെ, ഐ സോ എ ക്രൈയിങ് ഗേൾ. സഞ്ജന ക്ലബർ പറ്റില്ല. ING വന്നിട്ടില്ല. സ്വിമ്മിങ് കറക്റ്റ് ആണ്. ജമ്പിങ് കറക്റ്റ് ആണ്. I saw a working girl. ഓക്കെ, കറക്റ്റ് ആണ്. ഐ സോ എൻ ഇൻട്രസ്റ്റിംഗ് ഗേൾ. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ആരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചു. ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾ പറയണമെന്നില്ല. എന്നാലും എന്റെ മനസ്സറിഞ്ഞ ആരെങ്കിലും അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ആ വാക്ക് നോക്കിയതാണ്. I saw a drawing girl. ഡ്രോയിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, സ്മൈലിംഗ് അല്ല, സിറ്റിംഗ് അല്ല. ഇനി ഞാനൊരു ക്ലൂ ഇടാം. എന്റെ വാചകത്തിലെ ആദ്യത്തെ ലെറ്റർ C ആയിരുന്നു. കെയറിങ് ആയിരുന്നില്ല. സംഗതി C ഒക്കെയാണ് രമ്യ. പക്ഷെ കെയറിങ് ഒന്നും ആയിരുന്നില്ല, ക്രൈയിങ് ആയിരുന്നില്ല, ക്ലവർ ആയിരുന്നില്ല. ക്ലവർ പറ്റൂല, ING ആക്ച്വലി. കണ്ണിങ് ആയിരുന്നില്ല, ഷൗട്ടിങ് ആയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് സംഗതിയൊക്കെ കറക്റ്റ് ഉണ്ട്. C-യിൽ തുടങ്ങുന്ന I saw a cooking girl. കുക്കിംഗ് ഗേൾ. സംഗതി
കുക്കിംഗ് കറക്റ്റ് ആണ്, ക്ലീനിങ് കറക്റ്റ് ആണ്. യെസ്, I saw a charming girl. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാ പറഞ്ഞത് അഭിഷേ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ അതാണ് മനസ്സിൽ വിചാരിച്ചത്. ഐ സോ എ ചാമിങ് ഗേൾ. ഞാൻ വളരെ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. ഞാൻ പറയാൻ പോയതാണ് ഏതാണ്ട്. ഓക്കെ, സഞ്ജന കറക്റ്റ് ആണ്. ഓക്കെ, ഏതാണ്ട് ബ്യൂട്ടിഫുൾ എന്നർത്ഥം വരുന്ന ഒരു വേർഡാണെന്ന് ഞാൻ പറയാൻ പോയപ്പോഴും അമീഷ പറഞ്ഞു. ഓക്കെ അമീഷ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അപ്പൊ പിടികിട്ടി കാണുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അപ്പൊ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു? ING ആയിട്ടുള്ള വാക്കാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ആ വാക്ക് എന്തായിട്ട് ഉപയോഗിക്കണം? എന്തായിട്ട് ഉപയോഗിക്കണം? അത് ഉപയോഗിക്കേണ്ടത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും പിടികിട്ടി. ഇനി എന്റെ ബാക്കി പറയും. ഇനി ഈ പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഒരു ഉപയോഗമാണ് നമ്മൾ പറഞ്ഞത് അഡ്ജക്റ്റീവ് ആയിട്ട്. ഈ രണ്ടാമത്തെ ഉപയോഗം പറയുന്നത്. ആ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിലറി വെർബിന്റെ കൂടെ. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായക്രിയ. ഇവിടെ നമുക്ക് എടുക്കാവുന്നത് ഈസ്, ആം, ആറ്, വാസ്, വേർ ഇങ്ങനെയുള്ള ഹെൽപ്പിംഗ് വെർബില്ലേ, അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ING ചേർത്ത് എഴുതാം. അതാണ് ഞാൻ നേരത്തെ കുറച്ച് പേര് തെറ്റിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി പറയാമെന്ന് പറഞ്ഞ കേസ്, ഓക്സിലറി വെർബിന്റെ കൂടെ. അപ്പൊ അത് പ്രധാനമായിട്ട് വരുന്നത് 2 ടെൻസുകളിലാണ്. ആ 2 ടെൻസിന്റെ സ്ട്രക്ചർ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ടെൻസുകൾ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതിക്കോ, പ്രസന്റ് കണ്ടിന്യൂസ്, PRESENT, പ്രസന്റ് കണ്ടിന്യൂസ്, CONTINUOUS, പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, അതിന്റെ അടിയിൽ എഴുതുക S പ്ലസ് ക്ലാസ് ഒന്ന് മിസ്സായി, ഒന്നുകൂടെ പറയാവോ? പ്രസന്റ് കണ്ടിന്യൂസ് ഹെഡിങ് PRESENT CONTINUOUS, പ്രസന്റ് കണ്ടിന്യൂസ് ഹെഡിങ്. അതിന്റെ അടിയിൽ S പ്ലസ് ഈസ് ഒരു വര, ആം വീണ്ടും ഒരു വര, എന്നിട്ട് ARE, ഈസ് ഒരു സ്ലാഷ്, ആം ഒരു സ്ലാഷ്, എന്നിട്ട് ARE. പിന്നെ പ്ലസ് ഇട്ടിട്ട് വി പ്ലസ് ഇട്ടിട്ട് ING. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. S പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING. ഈ ക്രമത്തിലുള്ള വാചകത്തിലും എന്തുപയോഗിക്കാം? ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. വേറെ ഒന്നത്തിലും ഉപയോഗിക്കാം. അതുകൂടി അടിയിൽ എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ, പാസ്റ്റ് കണ്ടിന്യൂസ്, PAST, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതുക S പ്ലസ് വാസ്, പിന്നെ ഒരു സ്ലാഷ് വരക്കുക, വാസ് സ്ലാഷ് വരച്ചിട്ട് വേർ, WERE, വേർ പ്ലസ് വി പ്ലസ് ING, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഈ ടെൻസിലും അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ രമ്യ ആദ്യം ഞാൻ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോ ഇതിൽ ആദ്യത്തെ മോഡലാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിലും ഇത് ഉപയോഗിക്കാം. ഏത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതെങ്ങനെയാണെന്നോ കാര്യം നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്ക് എടുക്കാവുക അതിനകത്ത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വേണം, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഏതെങ്കിലും ഒന്ന് വേണം, പിന്നെ വെർബ്, പിന്നെ ING. ബാക്കി നമുക്ക് ഇഷ്ടമുള്ളതാന്ന് വെച്ചാൽ ചേർത്ത്. നമ്മുടെ എക്സാമ്പിൾ പറയുന്നത് ഷീ സബ്ജക്റ്റ്, അപ്പൊ ഷീയുടെ കൂടെ ഈസ് വരും, ആം വരും, ആറ് വരും, ഷീ ഈസ്. പിന്നെ ഒരു വെർബ് വേണം, അതിന്റെ കൂടെ ഒരു ING വേണം. ഷീ ഈസ് ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് കേട്ടോ, അല്ലെങ്കിൽ ഷീ ഈസ് സ്ലീപ്പിംഗ് ഓൺ എ ബെഡ് എന്ന് തുടങ്ങി പറയാം. യെസ്. ഇനി നമുക്ക് വേറൊന്ന് മാറ്റി പറയാം. സബ്ജക്റ്റ് ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഐയുടെ കൂടെ ഈസ് വരും, ആം വരും, ആറ് വരും, അതിന്റെ കൂടെ ആം വരുള്ളൂ. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ. മനസ്സിലായി? ഓക്കെ ആൻസി, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ. കറക്റ്റ് ബോയ് മടി കിടപ്പുണ്ടോ ആൻസി? യെസ്. ഓക്കെ എനിക്ക് തോന്നിയത്. യെസ്, ഓക്കെ. യെസ്. അപ്പൊ നമുക്കൊന്ന് പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING.
അവിടെ നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത് അജക്റ്റീവ് ആയിട്ടുള്ള മറിച്ച് വെർബായിട്ടാണ്. ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ. ഷീസ് ഡാൻസിങ്, അവിടെ ചെയ്യുന്നത് എന്താണ്? നൃത്തം ചെയ്യൊരു പ്രവൃത്തിയല്ലത്, പ്രവൃത്തിയാണത് അല്ലെ, ഒരു പ്രവൃത്തിയായിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ എന്നെ പറയുന്ന പേര് വെർബ് എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing വരുന്നത് ഓക്കെ, ആ രീതിയിലുള്ള വാചകം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉപയോഗിക്കാം, പിന്നെ വെർബ് ഉപയോഗിക്കാം. ഓക്കെ, they are playing on the ground. ഓക്കെ, കൃഷ്ണപ്രിയ കറക്റ്റ് ആണ്. യെസ്, ഇതാണ് ആഡ് നിന്ന് കാണാതെ. വി ആർ ജമ്പിങ് ഓൺ ദ ഗ്രൗണ്ട്. കറക്റ്റ് സിനു. Rahul and Devika is sitting on the bench. ഓക്കെ, പക്ഷെ അവർ രണ്ടുപേരുള്ള പേര് ആറുന്നാക്കാം കേട്ടോ, രണ്ടുള്ളവർ. അനു ഈസ് ഈറ്റിംഗ് ഐസ്ക്രീം. നീതു ആൻസി ലാലി ഈസ് വർക്കിംഗ്, ഷീ ഈസ് ജമ്പിങ്, ഹി ഈസ് റണ്ണിങ്. ഓക്കെ, രമ്യ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഇത് സിമ്പിൾ ആണ്, ഇത് നിങ്ങൾക്ക് അറിയാം. ing ചേർത്തിട്ട് അജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ചിലപ്പോൾ he is cooking dinner in the kitchen. Okay, okay, okay. Ashi, they are playing cricket. Okay, Soumya, correct. Yes, Maya is dancing on the stage. Okay, okay. We are listening English class. Okay, correct. We are listening in English class. Very good, very good. I am writing notes. Okay, and see, I am writing notes. Correct. We are eating breakfast. Okay, Ramya, correct. Yes. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞത് ഒന്നും കൂടി ക്രോഡീകരിക്കുകയാണ്. യെസ് ലിൻഡു, ഒന്നും കൂടി ക്രോഡീകരിക്കുകയാണ്. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറഞ്ഞത്? ing ചേർത്ത്. ഓക്കെ ആഷി, ing ചേർത്ത് എഴുതുന്നതിന്. ഓക്കെ സൗമ്യ ഈസ് കുക്കിംഗ് ഫിഷ് കറി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഒന്നുകിൽ ing ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കണം. ഒന്ന് അജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കണം, പിന്നെ ഒന്ന് എന്തായിട്ടും ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കേണ്ടത് വെർബായിട്ടും ഉപയോഗിക്കണം. യെസ്, അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ യൂസ് ദി പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓർ ദ വെർബ് ഗിവൺ ഇൻ ഓർ ദ വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ചോദ്യമായിരിക്കും വരിക. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ 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 വി ആർ, ഇപ്പൊ ആൻസർ ചെയ്തിട്ടുണ്ട് വി ആർ ഫാസ്റ്റിംഗ് ഡ്യൂറിങ് റംസാൻ. അത് ഫാസ്റ്റിംഗ് എന്നുള്ളതിന് പകരം ഫാസ്റ്റ് എന്ന് എഴുതും, ഫാസ്റ്റ്. എന്നിട്ട് ആ വേർഡ് ഒന്ന് ബ്രാക്കറ്റിൽ ഇടും. ചോദ്യം എന്തായിരിക്കും? യൂസ് ദി പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. അപ്പൊ എന്റെ കൂടെ എപ്പോഴും കൂടി ചേർത്തതിന്റെ പേര് ഒരു ing കൂടി ചേർത്തതിന്റെ പേര്. അപ്പൊ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് ഞാൻ പറഞ്ഞു. പ്രസന്റ് പാർട്ടിസിപ്പിളിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഒന്നാമത്തേതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും വിഭജിക്കാമെന്ന് പറഞ്ഞു. അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ തൊട്ടിട്ടില്ല, അതിന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രസന്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ എടുത്തത്. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ing ചേർത്ത് എഴുതുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. അത് ഒന്നുകിൽ അജക്റ്റീവായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുക? വെർബായിട്ട് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറയുകയും നിങ്ങൾ അത് എക്സാമ്പിൾ എഴുതുകയും ചെയ്തു. അതിന്റെ അടിയിൽ നമ്മളൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് വെർബ് പിന്നെ ing. യെസ്, ഇനി അത് വെച്ചിട്ട് നിങ്ങൾ ഒന്നിട്ട് വാചകം എന്ന് പറഞ്ഞ്. For example, ഞാൻ പറയാം she was reading novel. I was hearing news. Correct, Shafina? I was watching TV. Okay, Naomi. They were playing cricket. I was going to school. She was painting beautifully. Okay, okay, okay. The beautifully സാധനം വന്നില്ല, അതാണ് ആയിട്ട് കേട്ടോ. We were reading books. Okay, Adira?
I was working as a teacher. Okay, Krishna Priya. They were dancing together. Okay, Ramya. Yes. They were playing football. As she more and he was cleaning the house. Correct. I was reading Quran. Yes, correct. Anju. We were looking for a handsome boy. Okay. We are eating. We were sitting. Okay. Very good. They were gardening. We were listening carefully. Okay, Sinu. Yes, we were listening carefully. Apa Sinu node chodikal. Sinu. Yes, sir. Okay. There is a subject parayna. I കഴിഞ്ഞിട്ട് ഒരു വെർബ് വേണം. വാസ് വരും, വേറെ വരും. I was. വാസ് വരും. ഓക്കെ നവമി. യെസ്. വാസ് അല്ലാതെ വേറെ എപ്പോഴെങ്കിലും വരും? സർ ഐ നമുക്ക് പ്ലൂറൽ അല്ലേ വരുന്നത്, അപ്പൊ വേറാണോ വരുന്നത് സർ? അല്ല, ഐ കഴിഞ്ഞിട്ട് ആം അല്ലേ? അല്ല, അത് ഈസ് ആം ആണെന്നുള്ളത് ആകുന്നു എന്നുള്ള അർത്ഥം. വാസും വേറും ആയിരുന്നു എന്നുള്ളത് രണ്ടും രണ്ടർത്ഥം. ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആയിരുന്നു എന്നുള്ള അർത്ഥത്തിന് വാസും വേറും രണ്ടും രണ്ടർത്ഥമാണ്. യെസ്. ഓക്കെ, ഇതിന് പറഞ്ഞു. ഐ കഴിഞ്ഞിട്ട് വാസാണ് വേറാണ്? I was. വാസ് ഉറപ്പാണ് അല്ലെ? അപ്പൊ ഒരിക്കലും ഐയുടെ കൂടെ വേറെ വരില്ല അല്ലെ? ഒരിക്കലും ഐയുടെ കൂടെ വേറെ വരില്ല അല്ലേ? ഇല്ല. അന്ന് ഐയുടെ കൂടെ വേറെ വരും കേട്ടാ. നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം. ഐയുടെ കൂടെ വാസേ വരൂ. പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിഞ്ഞാൽ എന്ത് വരും? വേറെ വരും. ഇപ്പോ സിനു പറയാണ്, വെറുതെ ഇരുന്നിരുന്ന് ആലോചിക്കാൻ, ഒരു പക്ഷി അങ്ങനെ പറന്നു പോയപ്പോ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കണം. എന്നെങ്കിലും സിനുവിന് പക്ഷിയാവാൻ പറ്റും? ഇല്ല. ഒരിക്കലും അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളില്ല. ആ സംഗതി പറയുമ്പോ അവിടെ എന്ത് ഉപയോഗിക്കണം? കഴിഞ്ഞാലും വേറെ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ കറക്റ്റ് എന്താണ്? ഇഫ് ഐ വേർ എ ബേർഡ്, ദാറ്റ് ഈസ് കറക്റ്റ്. പറഞ്ഞാല് തിരു പക്ഷിയാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെച്ചേക്ക. ഐ കഴിഞ്ഞാൽ വാസേ വരൂ. പക്ഷെ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അൺറിയൽ കണ്ടീഷൻ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ഇപ്പോ സൗമ്യ, ഞാനിപ്പോ സൗമ്യ എന്നോട് ഒരു ഇൻസിഡന്റ് പറയണം. അപ്പൊ ഞാൻ സൗമ്യനോട് പറയണം, സൗമ്യയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനായിരുന്നെങ്കിൽ എന്നെങ്കിലും ഞാൻ സൗമ്യയുടെ സ്ഥാനത്ത് വരും? ഇല്ല. സൗമ്യ ജനിച്ചു, ഞാനും ജനിച്ചു അല്ലെ? പിന്നെ വെറുതെ പറയാം, ഒരു സന്ദർഭോചിതം പറയാം. ഓക്കെ, ആൻസി ഇഫ് ഐ വർ ഇൻ ദ പ്ലേസ് ഓഫ് സൗമ്യ, ആ സമയത്ത് സൗമ്യയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് നമുക്ക് പറയാം. ഇഫ് ഐ വേർ എ ബേർഡ്, ഓക്കെ നോമി, ഞാൻ പറയാൻ പോയതാണ്. ഐ വുഡ് ഫ്ലൈ, കറക്റ്റ് ആണ് സെൻസ് കേട്ടോ. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? പറന്നേനെ. അപ്പൊ ഇങ്ങനെ ഒരിക്കലും ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് കണ്ടീഷൻ ക്ലോസ് എന്നൊരു സംഗതി ഉണ്ട്, അവിടെ വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഞാനിപ്പോ സിനു ഐ ആം ലിസണിങ് കെയർഫുള്ളി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് എടുത്തിട്ടതാണ്. വെരി 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 സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇത്ര നേരം ഗ്രാമറൊക്കെ പഠിച്ച് നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ ആകെ ക്ഷയിച്ചിരിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ ഓക്കെ ബാക്കിയുള്ള ഓക്കെ രമ്യ, ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഹിന്ദി സിനിമയിലോ ഇംഗ്ലീഷ് സിനിമയിലോ തമിഴ് സിനിമയിലോ മലയാള സിനിമയിലോ കണ്ടിട്ടുള്ള ചില കഥാപാത്രങ്ങളുടെ പേരുകൾ ഞാൻ പറയും. ആ കഥാപാത്രങ്ങൾ ഏത് സിനിമയിലാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഗ്രാമറൊക്കെ ഇവിടെ റിലാക്സ് ചെയ്ത് കയ്യൊക്കെ വീശി നടന്ന് ഉഷാറായിട്ടാണ് ഇരുന്നത്, കയ്യൊക്കെ തിരിഞ്ഞ ഉഷാറായിട്ട്. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സാമ്പിൾ ചോദ്യം പറയും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയണം. ദ ഐക്കോണിക് ക്യാരക്ടർ ദാറ്റ് ഈസ് കോൾഡ് മൃഗയ. സോറി, അയ്യോ തെറ്റിപ്പോട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് വാറുണ്ണി. യെസ് വാറുണ്ണി എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? മമ്മൂട്ടി എന്ന് പറയുന്നത് സിനിമയുടെ പേര് പറയണം. ഓക്കെ ലിറ്റു, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്,
ഉത്തരം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. യെസ്. അപ്പൊ നിങ്ങള് അത് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. 14 മിനിറ്റ് കൂടി ഉള്ളൂ. അതിൽ നമുക്ക് തീർക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഇപ്പൊ ഗ്രാമർ ഒക്കെ വിട്ടാലിട്ടാ. റിലാക്സ് റിലാക്സ് ബേബി റിലാക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്. പറഞ്ഞോളൂ. എഴുതിയിട്ടാണോ സാറ് വിടേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞാ മതിയോ? പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും മത്സരമൊന്നുമല്ല, ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ. സർ അപ്പൊ എനിക്ക് മലയാളത്തിന്റെ ഏ മൂവി എനക്കറിയാലോ സർ, ഞാനില്ല. എന്തോ ആക്ച്വലി മൂവി പേര് പറയേണ്ടത് സർ, എന്തെന്ന് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അവൾ അരികത്തിരിപ്പുണ്ടോ പുത്രി? ശരി. ഇപ്പൊ എപ്പോഴും ക്ലാസ് കഴിയാനാവുമ്പോക്കില്ലേ തുടങ്ങാനാവുമ്പോ എനിക്ക് ദിവസമല്ലോ. സോറി സർ. ഓക്കെ ഓക്കെ. നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ്. അപ്പൊ ഞാൻ ചോദ്യം ആരംഭിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. നെയിം ഓഫ് ദ കാറ്റഗറീസ്. മുക്കാംബോ. MUKAMBO. മുക്കാംബോ. ചിലപ്പോൾ ഹിന്ദി ആയിരിക്കാം, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം, ചിലപ്പോൾ തമിഴായിരിക്കാം, ചിലപ്പോൾ ഞാൻ തന്നെ എല്ലാ സിനിമയും കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയണം. നിങ്ങൾ ഉത്തരം പറയുന്നവര് ആ സിനിമ കണ്ടത് സാറേ കണ്ട സിനിമയാണ് മുക്കാംബോ. യെസ്. ഇല്ല. യെസ്. ഇതിന്റെ ആൻസറിന്റെ ഫസ്റ്റ് മിസ്റ്റർ എന്നുണ്ട്. മിസ്റ്റർ ഓക്കെ 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 ഓക്കെ. മിസ്റ്റർ ബീം അല്ല, മിസ്റ്റർ ആതിര. യു ആർ റൈറ്റ്. മിസ്റ്റർ ഇന്ത്യ. ആൻസർ ഈസ് മിസ്റ്റർ ഇന്ത്യ. മിസ്റ്റർ ഇന്ത്യ. ഓക്കെ 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 ഓക്കെ. യെസ്. ആതിര വെറുതെ പറഞ്ഞാണെന്ന് അറിയാൻ പാടില്ല, സംഗതി കയറി ക്ലിക്ക് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഈസ് ഗബ്ബർ സിംഗ്. ഗബ്ബർ സിംഗ് ഇതൊരു ഹിന്ദി ഫിലിമാണ്, ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. ഗബ്ബർ സിംഗ്. യെസ്. Okay, Naomi, you are right. The name of this film is Sholay. Yes. Okay. Sholay. Correct. Yes. അടുത്ത സിനിമയുടെ പേര്, കഥാപാത്രത്തിന്റെ പേര് ഇതാണ്. രാജ കൃഷ്ണപ്പ ബൈറ. രാജ കൃഷ്ണപ്പ ബൈറ. രാജ കൃഷ്ണപ്പ ബൈറ. യെസ്. ഇതിന്റെ പേര് ഇംഗ്ലീഷ്. ഓക്കെ. അതിലെ KGF. വെരി ഗുഡ് വെരി ഗുഡ്. ഷോണി മേയും പറഞ്ഞിട്ടുണ്ട്, അതിലെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ KGF. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് നിങ്ങൾ എന്തായാലും പറയും, കാരണം ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദേവസേന. ബാഹുബലി. ഓക്കെ. ബാഹുബലി. ശ്രീലക്ഷ്മി, അമീഷ. ഓക്കെ. നവമി, രമ്യ, ആശ്വരി, നീതു, വിസ്മയ, സിനു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബാഹുബലി. ഓക്കെ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ബാഹുബലിക്ക് ധാരാളം പ്രേക്ഷകരുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ. വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്യൂട്ട്. CIRCUIT. CIRCUIT. Yes. CIRCUIT. Yes. ഇതിന്റെ പേരിന്റെ ലാസ്റ്റ് ഒരു മെഡിക്കൽ ഡിഗ്രി ഉണ്ട്. പേരിന്റെ ലാസ്റ്റ് ഒരു മെഡിക്കൽ ഡിഗ്രി. യെസ്. ആർക്കെങ്കിലും? അപ്പൊ അതിന് ആ സംഗതി ഉണ്ട്. അതിന് ഫ്രണ്ടിൽ കൂടി പറയണം. എനിക്കിത് ഓക്കെ. ഷോണിമ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ മുന്ന ബൈ MBBS. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ മുന്ന ബൈ. ഓക്കെ. യൂനിസ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാവീർ സിംഗ് ഫോഗോട്ട്. മഹാവീർ സിംഗ് ഫോഗോട്ട്. PHOGOT.
ഇത് അമീർ ഖാന്റെ സിനിമയാണെന്ന് തോന്നുന്നു. മഹാവീർ സിംഗ് ഫുഗോൺ, PHOGUT. അതല്ല മിഷ. യെസ്. അപ്പൊ ഇതിന്റെ ആൻസറിന്റെ റഷ്യ റിയാസ് കറക്റ്റ്. സിനിമ കണ്ടിട്ടുണ്ടോ? റഷ്യ റിയാസ് കറക്റ്റ് ആണ് ആൻസർ. കണ്ടിട്ടുണ്ട് സാറേ. ഓക്കെ ഓക്കെ. അമീർ ഖാന്റെ സിനിമയാണ് അല്ലേ? ആ. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഹിന്ദി സിനിമ കാണുന്നവർക്ക് ഇതിനകത്ത് ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ആ സിനിമ കണ്ടുകൊണ്ട് ഈ ഉത്തരം പറയാൻ പറ്റിയില്ല. ഒരു അറിവും ചെറുതല്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. യെസ്. അടുത്തത് ടൈഗർ. ഇതിപ്പോ പറയാൻ പറ്റും. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ഓക്കെ നവമി, കറക്റ്റ് ആൻസർ. യെസ് യെസ് യെസ്. ജയിലർ. ഓക്കെ ഓക്കെ. അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. അപ്പൊ എന്റെ പേര് അറിയാൻ പറ്റും. ജയിലർ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നേരത്തെ എന്താ പറയാ, ബാഹുബലി ചോദിച്ചതുപോലെയാണ്. എളുപ്പമുള്ള സംഗതിയാണ്. സംഗതി പേര് ഇതാണ്. ചതിയൻ ചന്തു. ചതിക്കാത്ത ചന്തു. ചതിക്കാത്ത ചന്തു. ചതിക്കാത്ത ചന്തു അല്ല. പറയൂ. ഒരു വടക്കം വീരഗാഥ. യെസ്. ഒരു വടക്കൻ വീരഗാഥ. ഒരു വടക്കൻ വീരഗാഥ. യെസ്. കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഒരു വടക്കൻ വീരഗാഥ. യെസ്. അടുത്തത് സിമ്പിൾ ആണ്. നിങ്ങൾ അത് പെട്ടെന്ന് പറയുന്നത് എനിക്കറിയാം. യെസ്. ജോർജ് കുട്ടി. ദൃശ്യം. 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 ഓക്കെ ഓക്കെ. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. സിമ്പിൾ ആണ്. നിങ്ങൾ പറയുന്നത് ദൃശ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആൻസർ. യെസ്. അടുത്തതും പറയാൻ സാധ്യതയുണ്ട്. യെസ്. റെമോ റാം വാക്ക് മോഡൽ. റെമോ റാം വാക്ക് മോഡൽ. അന്യൻ. അന്യൻ ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ നവമി, കറക്റ്റ് ആണ്. അന്യനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അന്യനും മരുന്ന് കേട്ടാൽ സജന, സൗമ്യ, അഷ്നി, ആൻസി, ശ്രുതി ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അന്യൻ. യെസ്. അടുത്തത് താനോസ്. THANOS. താനോസ്. താനോസ്. അവഞ്ചേഴ്സ്. വെരി ഗുഡ് നവമി. അവഞ്ചേഴ്സ് കറക്റ്റ് ആൻസർ. കറക്റ്റ്. ഇതൊക്കെ കാണാറുണ്ട്. യെസ്. മോൻ കാണാറുണ്ട്. യെസ്. ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് മാക്സിമസ് ഡെസിമസ് മെറിഡിയൂസ്. മാക്സിമസ് ഡെസിമസ് മെറിഡിയൂസ്. പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയൂടെ കറക്റ്റ് ആയിട്ട്. യെസ്. മാക്സിമസ് ഡെസിമസ് മെറിഡിയൂസ്. സ്പൈഡർമാൻ ആണോ? അല്ല 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 അല്ല. അതല്ല. ഇത് ക്ലൂ. ഗ്ലാഡിയേറ്റർ. വെരി ഗുഡ് ഷോണിമ. ഗ്ലാഡിയേറ്റർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. ഓക്കെ. ഗ്ലാഡിയേറ്റർ. ഓക്കെ. ആൻസിയും പറഞ്ഞിട്ടുണ്ട് അത്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒപ്റ്റിമസ് പ്രൈം. OPTIMUS. ഒപ്റ്റിമസ് പ്രൈം. PRIME. പ്രൈം. ഒപ്റ്റിമസ് പ്രൈം. അനാക്കോണ്ടാണോ? അല്ല. ഒപ്റ്റിമസ് പ്രൈം. നിങ്ങൾ അല്പം ലേറ്റ് ആണെങ്കിലും ഒരാളെങ്കിലും ഉത്തരം പറയുന്നുണ്ട്. ഒപ്റ്റിമസ് പ്രൈം. ഗ്ലാഡിയേറ്റർ ഒക്കെ വന്നില്ല ആൻസർ. യെസ്. ഫസ്റ്റ് ലെറ്റർ T ആണ്. T. ട്രാൻസ്ഫോമർ. ഓക്കെ ഷോണിമ. കറക്റ്റ് കറക്റ്റ്. ആൻസി അതല്ല. T ആണ്. ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ്. I come to the last question. The character is M. ഇത് നമ്മളിപ്പോ ജാക്കി ജാൻ ഫിലിം സീരിയൽ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഗതിയാണത്. M. യെസ്. ഷോണിമ. ജെയിംസ് ബോണ്ട് ആണോ സർ? യെസ്. ജെയിംസ് ബോണ്ട് ആണോ എന്നല്ല, ജെയിംസ് ബോണ്ട് ആണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ജെയിംസ് ബോണ്ട് മൂവീസ് ആണ് M വരുന്നത്. ഓക്കെ ഓക്കെ. ഷോണിമ. ഷോണിമക്ക് കുറച്ചുകൂടി
ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹസ്ബൻഡിന് ഇഷ്ടമാണ് സാർ ഇങ്ങനത്തെ സിനിമ. അപ്പൊ ചിലപ്പോ ആ വശത്തിൽ കൂടെ ഒക്കെ പോകുമ്പോ അപ്പൊ കാണും. അതെ അതെ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. പ്രസന്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ പറഞ്ഞത്. ആ പ്രസന്റ് പാർട്ടിസിപ്പിളിലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, സൈൻ ഔട്ട്. ഓക്കെ, ഞാൻ പറയാൻ പോവുകയായിരുന്നു. രമ്യ വന്നോളൂ. അങ്കിത. പറഞ്ഞു സൈൻ ഔട്ട്. സൈൻ ഔട്ട്. സോറി സർ, കുഞ്ഞി കൈമിണ്ടായതുകൊണ്ട്. ഓക്കെ, thank you sir for today's class, and thank you for taking the time to teach us and helping us grow. We are grateful for the opportunity to learn from you and for the support to provide us. Have a great day and we all see you in next class sir. Sorry sir, prepare ചെയ്തിട്ട് കുഞ്ഞി പെട്ടെന്ന് എനിച്ചതുകൊണ്ട് നോട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല. Okay sir, thank you and thank you sir. Okay, 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 okay. We will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Thank you, sir. Thank you sir.